ഭാരതത്തിന് കൈമാറുന്നത് തടയാനുള്ള തഹാവൂർ ഹുസൈൻ റാണയുടെ അവസാന ശ്രമവും പാളി. നാട് കടത്തരുതെന്നും പാക് വംശജനായതിനാൽ ഇന്ത്യയിലെത്തിയാൽ പീഡിപ്പിക്കപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി റാണ നൽകിയ ഹർജിയും US സുപ്രീം കോടതി തള്ളി. നിയമത്തിന് മുന്നിലെ എല്ലാ വഴികളും അടഞ്ഞതോടെ മുംബൈ ഭീകരാക്രമണ കേസ് പ്രതിയെ വൈകാതെ ഭാരതത്തിലെത്തിക്കും. പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമായ തഹാവൂർ ഹുസൈൻ റാണ തന്നെ ഇന്ത്യക്ക് കൈമാറുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചാണ് US സുപ്രീം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. റാണയെ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ഭാരതം ശക്തമാക്കിയതിന് പിന്നാലെയാണ് അപ്പീൽ അപേക്ഷ നൽകുന്നത്. ഭാരതത്തിലേക്ക് നാട് കടത്തുന്നത് തടയണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. തന്റെ ദേശീയ മത സാംസ്കാരിക വ്യക്തിത്വം എന്നിവയുടെ പേരിൽ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടാനും കൊല ചെയ്യപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് റാണ അപേക്ഷയിൽ പറഞ്ഞത്. പാക് വംശജനും മുൻ സൈനികനുമായതിനാൽ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് റാണയ്ക്ക് വേണ്ടി ഹാജരായ നിയമസംഘം കോടതിയെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അപേക്ഷ തള്ളുകയായിരുന്നു. റാണയെ ഇന്ത്യക്ക് കൈമാറാൻ US കോടതി നേരത്തെ ഉത്തരവിട്ട പശ്ചാത്തലത്തിൽ രക്ഷപ്പെടാനുള്ള അവസാന വഴിയായിരുന്നു ഈ അപേക്ഷ. ഇതോടെ ഇന്ത്യയും US തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം റാണയെ കൈമാറുമെന്ന കാര്യം ഉറപ്പായി. റാണയെ കൈമാറണം എന്നത് കുറേ കാലമായുള്ള ഇന്ത്യയുടെ ആവശ്യമാണ്. മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് ലോസ് ആഞ്ചലസിലെ ഒരു ജയിലിലാണ് നിലവിൽ 63-കാരനായ റാണ. 175 പേരുടെ ജീവനെടുത്ത മുംബൈ ഭീകരാക്രമണത്തിൽ തഹാവൂർ റാണയ്ക്കുള്ള പങ്കിന്റെ തെളിവുകൾ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുകയും ചെയ്തതാണ്. നിലവിൽ അമേരിക്കൻ സുപ്രീം കോടതിക്ക് റാണ നൽകിയ ഹർജിയിൽ ആരോഗ്യ പ്രശ്നങ്ങളടക്കം നിരവധി കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. കാർഡിയാക് അന്യൂറിസം, പാർക്കിൻസൺസ് രോഗം, ക്യാൻസർ തുടങ്ങിയ നിരവധി രോഗങ്ങളുണ്ടെന്നും റാണയുടെ അഭിഭാഷകൻ പരാമർശിച്ചു. ഇന്ത്യയിലെ വിചാരണ കാലയളവ് പൂർത്തിയാക്കാൻ ഒരുപക്ഷെ റാണയ്ക്ക് കഴിഞ്ഞേക്കില്ലെന്നും അത്രയും നാൾ ജീവിച്ചിരിക്കാൻ പോലും സാധ്യതയില്ലെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന സംയുക്ത പ്രസ്താവനയിൽ തഹാവൂർ റാണയെ ഉടൻ കൈമാറുമെന്ന് ട്രംപ് ഉറപ്പു നൽകിയിരുന്നു. ഇതേ തുടർന്ന് അമേരിക്കയിൽ തുടരുന്ന NIA സംഘം നടപടികൾ ഊർജിതമാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് തടസ്സ ഹർജി സമർപ്പിക്കപ്പെട്ടത്. നിയമത്തിന് മുന്നിലെ എല്ലാ വഴികളും അടഞ്ഞതോടെ വൈകാതെ റാണയെ ഇന്ത്യയിൽ എത്തിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു.